ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ സല്ലദീ യശ്ബഉ ഇൻദഹു ഇല്ലാ ബിഹിദിഹി. പാട്ടും പാടുന്നുണ്ട്, കിറാത്തും ഉണ്ട്. മാഷാ അല്ലാഹ്, അടിപൊളിയാണ്. എന്തായാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏതാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അല്ലേ? അപ്പോൾ ഈ ഖുർആൻ സത്യം ഞാൻ പാട്ടാണ് നമ്മൾ ശരിക്കും നമ്മളെ ചാനലിലൂടെ നമ്മൾ കേൾക്കാൻ ഉദ്ദേശിച്ചു വന്നത്. പക്ഷെ എനിക്ക് ഒന്നുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഈ ഒരു ഓത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് പാട്ടിൽ കേൾക്കണം അല്ലേ? പാട്ട് പഠിക്കാൻ പോയിട്ടില്ലല്ലോ അല്ലേ? പാട്ട് പഠിക്കാൻ പോവാതെയാണ് നമ്മൾ ഇത്ര കാലം പാടിക്കൊണ്ടിരുന്നത്. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കല്ലായി നിന്നെ ഹിജാബിലെ തുന്നിയേധാരേ ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൽ മുത്താലന്റെ കിനാവെ കുലൂക്കിയ ഹാലേ. ഹായ്, ഹബയാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂര് കോട്ടത്തറ എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അത്ഭുത കലാകാരിയെ എനിക്കൊന്ന് പരിചയപ്പെടുത്താനാണ്. അതായത് തൻ്റെ കഴിവുകൾ, അതായത് കഴിവുകൾ ഉണ്ടായിട്ടും അത് എവിടെയും പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി. അതായത് തൻ്റെ കഴിവുകളെ പൂർത്തിവെച്ച കലാകാരി എന്ന് നമുക്ക് പറയാം കേട്ടോ. കാരണം ഒരുപാട് മുന്നേ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരാളായിരുന്നു. പാട്ട് മാത്രമല്ല, ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവരുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ആ ഫാമിലി നമുക്കൊന്ന് പരിചയപ്പെടാം. മാത്രമല്ല നല്ലപോലെ ഖുർആനും പാരായണം ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ നമ്മൾ തേടി നടന്ന വള്ളി കാലിൽ ചുറ്റിയ അവസ്ഥയായി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഇന്ന് അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇത്ര നേരം പറഞ്ഞ ആ ഫാമിലി ഇവരാണ് കേട്ടോ. എൻ്റെ പേരെന്താ? എൻ്റെ പേര് അനീഫ. ഓക്കെ, തൻ്റെ പേര്? ഷംറ. അത് മാത്രമേ ഉള്ളൂ? ഓക്കെ. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞ ഒരു കലാകാരി ഇവരാണ് കേട്ടോ. അതായത് നല്ല പോലെ പാട്ട് പാടും, അത് മാത്രമല്ല നല്ല പോലെ കിറാത്തില്ലേ എല്ലാം ചെയ്യില്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം നമ്മുടെ വീഡിയോയുടെ മുമ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ മുമ്പിലോ ഒന്നും പ്രത്യക്ഷപ്പെട്ടില്ല? കാരണം എന്തായിരുന്നു? പഴയ സമയത്തൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. പിന്നെ സ്കൂളുകളിലൊക്കെ പാടിയിട്ടുണ്ട്, ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോയി. പക്ഷെ ഇപ്പൊ കാലഘട്ടം റീൽസിന്റെ ബേക്കിലാണല്ലോ. അപ്പോഴൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയില്ലേ? അല്ല, മക്കളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് തരുമായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഇതിന് കട്ട സപ്പോർട്ടായി നിന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇതിൽ മുന്നേറി വന്നിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ നിലവില് ഒരു പാട്ടുകാരിയാണെന്ന് അങ്ങനെ മനസ്സിലായി എനിക്ക്? ഞാൻ ഇതിന്റെ മുമ്പ് ഇവള് ഇങ്ങനെ പാടലുണ്ട്. ഞാൻ ഗൾഫിലായിരുന്നു, 10-15 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. അപ്പോൾ അന്നൊന്നും ഇവള് ഇങ്ങനെ പാടുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് ഇതവർ നാട്ടിൽ വന്ന് സെറ്റിലായി. ഇപ്പോൾ ഇവിടെ ഒരു 2-3 വർഷമായിട്ട് ഇവിടെ സെറ്റിലാണ്. അപ്പോൾ ഇങ്ങനെ പാടലുണ്ട്. ഇപ്പോൾ പാടുമ്പോൾ എനിക്ക് ഏകദേശം നല്ല പാട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കേട്ടപ്പോഴും എന്നോട് പറഞ്ഞ് നല്ല പാട്ട് പാടുന്നുണ്ടല്ലോ, എനിക്ക് ഒരു പഠിപ്പിക്കാനൊക്കെ വിട്ടൂടെ എന്നോട് പിന്നെ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതിൽ ഞങ്ങൾ വൈറലാവാൻ താല്പര്യമില്ല. മാരേജ് കഴിഞ്ഞിട്ട് 19 വർഷമായി. ഈ 19 വർഷമായിട്ട് എന്നാണ് ഇവരൊരു പാട്ടുകാരൻ എന്ന് മനസ്സിലായത്? അത് എത്ര വർഷമായിട്ടോ? 5 വർഷമായി. അത്രേ ആയുള്ളൂ? അതിന് മുമ്പൊന്നും ആള് പാടുന്ന അറിയില്ല? ഇല്ല. അത് വല്ലാത്തൊരു സംഭവമാണല്ലോ. അന്ന് ഇത്രയും കാലമായിട്ട് ഒരു പാട്ട് പോലും പാടില്ലായിരുന്നു വീട്ടിൽ നിന്ന്? പാടും, ഇവരാനും മുന്നിലൊന്നും പാടൂലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ കലാകാരിയുടെ പേര് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇനി നമുക്ക് കാണാനുള്ള അവരുടെ കഴിവ് എന്താന്നുള്ളതാണ്. നല്ല പോലെ പാടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലാണ്. അതൊരു ഫാമിലിയാണ്. ഇത് മൂത്ത മോനാണ്. അതായാലും എല്ലാം നമുക്ക് പരിചയപ്പെടാം. മക്കത്തെ രാജാതിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൽക്കാനന്ദ ജബല്ല മാലിനി മണിയായ ഖദീജ ബി ചുളിവിലായി സമ്മതം തേടുന്നേ, സന്തോഷം പേറുന്നേ. മക്കത്തെ രാജാതിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൽക്കാനന്ദ ജബല്ല മാലിനി മണിയായ ഖദീജ ബി ചുളിവിലായി സമ്മതം തേടുന്നേ, സന്തോഷം പേറുന്നേ. മാഷാ അല്ലാഹ്, സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും?
എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? സൂപ്പർ ഗാനം. നിങ്ങൾ കണ്ടെത്തിയ ആള് കുഴപ്പമില്ല, നല്ല പാട്ടുകാരിയാണ്. ആദ്യമായിട്ട് വീടിന് മുമ്പ് നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ചമ്പലുണ്ട് അല്ലേ? അല്ലേ, മാറി കിട്ടും ഇൻഷാ അല്ലാ. പിന്നെ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ശരിക്കും ഇതുപോലെ പാട്ട് അറിഞ്ഞിട്ടും ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ വേദികളിൽ എവിടെയും വന്നില്ലല്ലോ? അതിന് കാരണം എന്താ? ഞാൻ പാട്ട് പാടുമായിരുന്നു, പക്ഷെ ഫാമിലി ഒന്നും വല്ലാണ്ട് സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അന്നൊന്നും. ഇന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അന്നത്തെ കാലം. പിന്നെ എല്ലാവരും പറയും, പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും പറയും സൂപ്പറായി പാടും, ഈ പാടാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇല്ല, സപ്പോർട്ടായിട്ട് അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ഈ കുടുംബത്തിലെ മൂത്ത മോനാണ് അല്ലേ? പേര് സിദാൻ. സിദാൻ, എങ്ങനെയുണ്ട് ഉമ്മാന്റെ പാട്ട്? കുഴപ്പമില്ല, മാഷാഅല്ലാഹ്, രസമാണ് കേൾക്കാൻ. ഇപ്പൊ അടുത്താണ് ഞാൻ അറിഞ്ഞത് പാട്ട് പാടുന്ന കാര്യങ്ങളൊക്കെ. വല്ലാതെ ഉണ്ടായിരുന്നില്ല പണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ഫുള്ള് മറ്റേ സബ്ബില് ഓരോന്ന് പാടൽ തുടങ്ങി. പിന്നെ അങ്ങനെ 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 കേട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ അന്ന് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനും കാര്യങ്ങൾ. പിന്നെ ഫോൺ റെഡിയായി, പിന്നെ അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി കൊടുത്ത്. ഉമ്മ അടിച്ചു കയറി വേണമെന്നുള്ള നിങ്ങൾക്ക് താല്പര്യമുണ്ട്? ഉമ്മാന്റെ കീഴിൽ അറിയപ്പെടുന്ന നിങ്ങൾക്കും താല്പര്യമുണ്ട്. ഏതായാലും നല്ല നടക്കും. ഏകദേശം 20 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായിട്ടുണ്ട്. പക്ഷെ പാട്ട് പാടുന്നത് ഈ 5 വർഷമായിട്ടാണ് അല്ലേ? അത് വല്ലാത്തൊരു അത്ഭുതമാട്ടോ. കാരണം വെച്ചാൽ ഇത്താൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കഴിവുണ്ട്. നമ്മളെ വീഡിയോന് മുമ്പിലാണ് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ വരുന്നത് അല്ലേ? അല്ലേ, അവര് ചമ്മലുണ്ടോ? ചമ്മലുണ്ട്, ഇതൊക്കെ ഉണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോരായ്മ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, ഇവർ നല്ലപോലെ പാടും, അതുപോലെ തന്നെ നല്ല കിറാത്ത് ഓതും. അപ്പൊ എന്തായാലും നമുക്ക് ഇത്തന്റെ കിറാത്തിനെ പറ്റി പറയുമ്പോൾ ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ? ഇവിടെ എന്തൊരു സംഭവം അതൊന്ന് പറയാൻ പറ്റും എന്താന്നുള്ളത് കിറാത്തിനെ കുറിച്ചിട്ട്? പിള്ളേർക്ക് ട്യൂഷൻ വെച്ചിരുന്ന് മദ്രസ്. അപ്പോൾ ആ മദ്രസിന്റെ സമയത്ത് ഉസ്താദ് വന്നപ്പോഴേ മുകളിലാണ് ട്യൂഷൻ നടന്നിരുന്നത്. അപ്പോൾ ഞാൻ താഴെ ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഇങ്ങനെ ഓതിയിരുന്നപ്പോൾ ഉസ്താദ് കേട്ട്. അപ്പോൾ ഇറങ്ങി പോണ സമയത്ത് ഉസ്താദ് ചോദിച്ചു, ഇവിടുന്ന് എന്തോ ഒരു കിറാത്ത് നിങ്ങൾ കിട്ടിയിരുന്നോ സെറ്റിലെന്ന് ചോദിച്ചു. കിറാത്ത് പ്ലേ ചെയ്ത്. അപ്പം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഉമ്മയാണ് ചോദിച്ചത്. അപ്പം ഉമ്മ പറഞ്ഞ് പിന്നെ മോള് ഓതിയായിരുന്നു. അപ്പം ഞാൻ മാഷാ അല്ലാഹ്, ഞാൻ ഇത്രയും ഇതായിട്ട് ഓതണ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇതായിന്ന് പറഞ്ഞ് ഉസ്താദ്. അപ്പോൾ നല്ല കിറാത്താണെന്നും പറഞ്ഞു. അല്ല 10 വരെ പഠിച്ചിട്ടുണ്ട് മദ്രസ്. അപ്പൊ ആ ഒരു ഓർമ്മയിലുള്ള ഖുർആനാണ്. 2 ആയത്ത് നമുക്ക് നോക്കി നോക്കാം അല്ലെ? എങ്ങനെ ഉസ്താദ് കണ്ടുവെത്തിയത് ശരിയാണെന്ന് നോക്കാലോ നമുക്ക് അല്ലെ? ഒരു 2 ആയത്ത് നമുക്ക് കേട്ടോ. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علم إلا بما شاء وسع كرسيه السماوات والأرض ولا يحد حفظهما وهو العلي العظيم. അപ്പോൾ പാട്ടും പാടുന്നുണ്ട്, കിറാത്തും ഉണ്ട്. മാഷാ അല്ലാഹ്, അടിപൊളിയാണ്. എന്തായാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏതാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അല്ലേ? അപ്പോൾ ഈ ഖുർആൻ സത്യം പറഞ്ഞാൽ ഞാൻ പാട്ടാണ് നമ്മൾ ശരിക്കും നമ്മളെ ചാനലിലൂടെ നമ്മൾ കേൾക്കാൻ ഉദ്ദേശിച്ച് വന്നത്. പക്ഷെ എനിക്ക് ഒന്നുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഈ ഒരു ഓത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് പാട്ടിൽ കേൾക്കണം അല്ലേ? പാട്ട് പഠിക്കാൻ പോയിട്ടില്ലല്ലോ അല്ലേ? പാട്ട് പഠിക്കാൻ പോവാതെയാണ് നമ്മൾ ഇത്ര കാലം പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും ഇതിങ്ങനെ പഠിക്കാൻ പോകണം എന്നൊരു ആഗ്രഹം വന്നിരുന്നു?
ഇപ്പോഴൊക്കെ ഇങ്ങനെ തോന്നും. ഇപ്പോൾ ഒരുപാട് ഏജൊക്കെ ആയില്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെതായ ഇതുകളുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പഠിക്കാൻ പോകണം, താല്പര്യമൊക്കെ ഉണ്ട്. ഓക്കെ. അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കലാകാരൻ്റെ പേര് പറയോ, കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ, പാട്ടുകാരന്? അനൻഷൻ്റെ സോങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അനാൻഷനെ കാണാൻ നല്ല താല്പര്യം അല്ലേ? അനാൻഷാൻ്റെ അതേ പാട്ട് അറിയോ? അറിയാം. നമുക്കൊന്ന് പാടി വെക്കാം അല്ലേ? ഒരു പാട്ട് പാടി വെക്കാം. ശരി. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കല്ലായി നിന്നെ ഹിജാബിലെ തുന്നിയതാരേ, ഹിലാലിൻ്റെ മാനത്തെ വൈരക്കല്ലിൽ മുത്താലൻ്റെ കിനാവ് കുലൂക്കിയ ഹാലേ, കനിയെ കനിയെ മുല്ലപ്പൂവിഞ്ചിരില്ലാലം തന്നേ, പതിയെ പതിയെ ഒഴുകും പോകും പോലല്ലേ, മനമേ മനമേ ലൈലിനാഴം പോലെ നാണക്കുഴിയെ, കണ്ടേ കണ്ടേ കൽവില്ലറബന മുട്ടായേ, ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കല്ലായി നിന്നെ ഹിജാബിലെ തുന്നിയതാരേ.